Yes, good morning, Sandhya Shivu. Good morning, sir. Morning, good morning. Good morning, sir. Yes, good morning. Aishwarya, good morning. Okay, no Garibichalam. Let us start. Yes, sir. Okay. Mehabini, okay. അപ്പോൾ നമ്മള് റിപ്പോർട്ടർ സ്പീച്ചിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. റിപ്പോർട്ടർ സ്പീച്ച്, ഓക്കെ ആരതി, റിപ്പോർട്ടർ സ്പീച്ചിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. റിപ്പോർട്ടർ സ്പീച്ചില് നമ്മള് സിമ്പിൾ പ്രസന്റ് മാത്രമല്ലേ പറഞ്ഞോളൂ. സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് മാത്രമല്ലേ പറഞ്ഞോളൂ, വേറെ പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ. സിമ്പിൾ പ്രസന്റ്. അപ്പൊ മേഘാബിനി, ലാസ്റ്റ് നമ്മൾ ചെയ്ത എക്സസൈസ് ഒന്ന് വായിച്ച്. Yes, sir. He said, you love your mother. ഓക്കെ വെരി ഗുഡ്. ഓക്കെ ശരി. അപ്പൊ സിമ്പിൾ പ്രസന്റിന് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സിമ്പിൾ പ്രസന്റ് മനസ്സിലായില്ലേ? ഓക്കെ സിമ്പിൾ പ്രസന്റ് പിടികിട്ടി. യെസ്, ഓക്കെ. ഇനി നമ്മൾ അടുത്ത ഒരു ടെൻസിലോട്ട് നമ്മൾ കിടക്കുകയാണ്. ഓക്കെ ശരിയാ, സിമ്പിൾ പ്രസന്റ് നമ്മൾ വിടുകയാണ്. ഓക്കെ യെസ്, അടുത്ത ഒരു ടെൻസിലോട്ട് നമ്മൾ കിടക്കുന്നു. ഓക്കെ. ഒരു വാചകം നമുക്ക് എഴുതിയിട്ട് അത് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. യെസ്, ഒരു വാചകം എഴുതിക്കോളൂ. She said. ഇനി ഇൻവെർട്ടഡ് കോമയില് I made MADE. I made a cup of tea in the morning. I made a cup of tea in the morning. She said, inverted comma, I made a cup of tea in the morning. Inverted comma close here. Okay. ഇനി നമുക്ക് വാചകത്തിൽ ഒന്ന് ശ്രദ്ധിക്കാം. നോക്കിയേ, ഇൻവെർട്ടഡ് കോമയിൽ തന്നിരിക്കുന്ന വാചകം നമ്മൾ നേരത്തെ പറഞ്ഞു, തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയതെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് I made a cup of tea എന്നാണ്. I made a cup of tea. I made a cup of tea എന്ന് പറയുമ്പോൾ ആരതി അത് ഏത് ടെൻസ് ആണെന്ന് പറയാൻ പറ്റൂ? I made a cup of tea എന്ന് പറയുമ്പോൾ അത് ഏത് ടെൻസ് ആണ്? ആർക്കെങ്കിലും? Simple past. സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ ആരതി, ഓക്കെ സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ എങ്ങനെയാണ് സിമ്പിൾ പാസ്റ്റ് ആണ് നമുക്ക് മനസ്സിലായത്? സിമ്പിൾ പാസ്റ്റ് ആണ് നമുക്ക് മനസ്സിലായത് സബ്ജക്റ്റ് പ്ലസ് വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് ടെൻസുമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിനെയാണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ നേരത്തെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, ഐ സബ്ജക്റ്റ് ആണ്, മേക്ക് പ്രസന്റ് ടെൻസ് ആണ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് മെയ്ഡ്. അല്ല, വെർബിന്റെ പാസ്റ്റ് ടെൻസ് അത് സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ ഇനി നമ്മളൊന്ന് ശ്രദ്ധിക്കുക, തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റണം, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ എങ്ങോട്ട് മാറ്റണം? ആർക്കെങ്കിലും?
ആ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റണം. ഇവിടെ മാറ്റേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ്. അത് സൈഡിൽ എവിടെയെങ്കിലും കുറിച്ച് വെച്ചോ. സിമ്പിൾ പാസ്റ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. ഇതിന്റെ സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക. സിമ്പിൾ പാസ്റ്റ് ആണ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. ഓക്കെ, അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു കാര്യം കൂടി ഇനി അറിയണം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്താണ് നമുക്കൊന്ന് അറിയണം. ഓക്കെ സ്മൃതി, പറയാൻ പറ്റുമോ പാസ്റ്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ? പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, ആർക്കെങ്കിലും? Subject plus had plus V3. വെരി ഗുഡ്. Thank you. പ്ലസ് ഓക്കെ ഓക്കെ ശരിയാണ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബ് വേണം. ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സബ്ജക്റ്റും ഹാഡും വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എന്താവും? അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഒന്ന് ഇതുവരെ പഠിച്ചത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വാചകത്തിലേക്ക് വരാം. നോക്കിയേ, ഷീ സെഡ് ഐ മെയ്ഡ് എ കപ്പ് ഓഫ് ടീ ഇൻ ദ മോർണിംഗ്. ഞാൻ ഇന്ന് രാവിലെ ഒരു കപ്പ് ചായ ഉണ്ടാക്കി. ഓക്കെ, അപ്പോ അവൾ പറഞ്ഞു ഞാൻ. അപ്പൊ അവൾ തന്നെയല്ല ചായ ഉണ്ടാക്കിയത്. അപ്പൊ നമുക്ക് പറയാം ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് മെയ്ഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ മെയ്ഡ് തന്നെയാണ്. ഷീ ഹാഡ് മെയ്ഡ് എ കപ്പ് ഓഫ് ടീ ഇൻ ദ മോർണിംഗ്. ഷീ ഹാഡ് മെയ്ഡ് എ കപ്പ് ഓഫ് ടീ ഇൻ ദി മോർണിംഗ്. സംശയം ഉണ്ടാർക്കെങ്കിലും? പാസ്റ്റ് പെർഫെക്റ്റിന്റെ റിപ്പോർട്ട് സ്പീച്ച് എഴുതുമ്പോൾ ഈ ടെൻസിലോട്ട് മാറ്റണം എന്ന് പറഞ്ഞു. അതിലേക്ക് പറഞ്ഞതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോ സംശയമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്തു നോക്കാം. അപ്പൊ മറക്കേണ്ട, തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണ് എല്ലാവരും. അപ്പൊ അതിനെ എന്തുകൊണ്ട് മാറ്റണം? പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റുക. യെസ്, അടുത്ത വാചകത്തിലേക്ക്. ഷീ സെറ്റ്. ഷീ സെറ്റ്. ഇനി ഇൻവെർട്ടഡ് കോമയില് I bought 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 a chain chain for my daughter DAUGHTER daughter. ഞാൻ ഒന്നുകൂടി പറയാം. She said I bought a chain for my daughter DAUGHTER daughter. ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യും. ഓക്കെ, എഴുതിക്കോളൂ. അവള് പറഞ്ഞു ഞാൻ എന്റെ മകൾക്ക് വേണ്ടി ഒരു ചെയിൻ വാങ്ങി. അത് വേറെ ആളോട് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? അവൾ പറഞ്ഞു അവളുടെ മകൾക്ക് വേണ്ടി ഒരു ചെയിൻ വാങ്ങി. ഓക്കെ, എഴുതിക്കോളൂ. പ്രിയ ജോസെ, അത് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് വന്നില്ല, ഹാഡ് വന്നില്ല. ഓക്കെ 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 ഓക്കെ. യശയുടെ ലാസ്റ്റ് ഒരു വാക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഒന്നുകൂടി അത് എഴുതിയ. ഇപ്പൊ ശരി. എനിക്ക് അവിടെ മൈ എന്ന് തോന്നി. ഓക്കെ ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയി. വെരി ഗുഡ്. ഓക്കെ ആരതി, ശരി. ഓക്കെ,
യെസ്. ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? മെഹബിനി, ഷൈനി മാത്യു, നസ്രിൻ, പിടികിട്ടിയില്ലേ? മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചേക്കോട്ടോ. യെസ്. ആ, സഞ്ജയ് ഷിബു കറക്റ്റ് ആണ്. ഓക്കെ, മെഹബിനി കറക്റ്റ് ആണ്. കറക്റ്റ് ആയിരുന്നു, എഴുതിയത് കറക്റ്റ് ആയിരുന്നു. വേറൊരു വാചകം പറയാം. He said. ഇനി ഇൻവെർട്ടഡ് കോമയില് you studied, studied, you studied English without the help of your teacher. Without the help of your teacher. I will repeat the sentence. He said, you studied English without the help of your teacher. Without the help of your teacher. ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്തു. ഓക്കെ, അതിന്റെ റിപ്പോർട്ട് സ്പീച്ച് ആക്കാം. ഞാനൊന്ന് വായിക്കാമത്. അവൻ പറഞ്ഞു, നീ നിന്റെ ടീച്ചറിന്റെ സഹായമില്ലാതെ ഇംഗ്ലീഷ് പഠിച്ചു. അപ്പോ വേറെ ആളോട് പറയുമ്പോൾ എന്ത് പറയും? ഈ നീ എന്ന് പറയുന്നത് ആണ് എന്ന് വേറെ ആളോട് പറയുമ്പോ അവൻ പറഞ്ഞു, ഞാൻ എന്റെ ടീച്ചറിന്റെ സഹായമില്ലാതെ ഇംഗ്ലീഷ് പഠിച്ചു. ഓക്കെ, എഴുതി. ഓക്കെ, പ്രിയ ജോസ് കറക്റ്റ്. ആ, ഓക്കെ, ഐശ്വര്യ കറക്റ്റ്. ആ, ഓക്കെ, ആരതി കറക്റ്റ്. ആ, ഓക്കെ, സന്ധ്യ ഷിബു കറക്റ്റ്. യെസ്. ഇനി ആരെങ്കിലും? യെസ്. ഞാൻ ഉത്തരത്തിലേക്ക് വരികയാണ്. He said, you studied English without the help of your teacher. അപ്പോ he said that you എന്ന് പറഞ്ഞാൽ നമ്മളെ നോക്കി പറയുന്നതാണ്. അപ്പൊ നമ്മളത് വേറെ ആളോട് പറയുമ്പോൾ ഞാൻ നയിക്കും. അപ്പൊ he said that I had studied English without the help of your teacher എന്നുള്ളത് my teacher. Help of my teacher. അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. മറ്റുള്ളവരും എങ്കിൽ കുഴപ്പമില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേക്കാം. ഓക്കെ, ഓക്കെ, മെഹബിനി ശരിയാണ്. യെസ്. അപ്പൊ നമുക്ക് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്പോ എപ്പോഴും റിപ്പോർട്ട് സ്പീച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്.
വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. സാധാരണഗതിയിൽ ഞാനൊരു 2-3 പേരെ വിളിച്ചിട്ട് നിങ്ങളൊരു ടീമായിട്ട് നിന്നിട്ട് ആൻസർ പറയൂ എന്നാണ് പറയാറ്. ഇതിൻ്റെ അകത്ത് ഒരു ചേഞ്ച്, ഞാൻ ആരുടെയും പേര് വിളിക്കുന്നില്ല, എല്ലാവർക്കും ആൻസർ പറയാം. എവരിബഡി ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇറ്റ്. ആർക്ക് വേണമെങ്കിലും ഇതിനകത്ത് പങ്കെടുക്കാം, ആൻസർ പറയാം. ഓക്കെ, ആർക്കും പറയാവുന്ന ആൻസറുകളാണ്. പിന്നെ അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് ഞാൻ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഒന്നുകിൽ ബി എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്നതായിരിക്കണം, അല്ലെങ്കിൽ എച്ച് എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്നതായിരിക്കണം എന്ന് ഞാൻ പറയാറുണ്ട്. ഇങ്ങനെ ഒരു കണ്ടീഷൻസ് ഇതിനകത്തില്ല, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉത്തരം പറയാം. ഈ പറഞ്ഞിരിക്കുന്ന വാചകങ്ങളിലെല്ലാം, ഇനി ഞാൻ പറയാൻ പോകുന്ന വാചകങ്ങളിലെല്ലാം ഒരു ഡാഷ് ഉണ്ടാവും. ആ ഡാഷ് ഉള്ള സ്ഥലത്ത് പൂരിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. ഡാഷ് ഉള്ള സ്ഥലത്ത് പൂരിപ്പിക്കുക. അപ്പോ ഒരാൾ ഉത്തരം പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആ ഉത്തരം വേറെ ആൾക്ക് അറിയാമെങ്കിൽ പറയാതിരിക്കേണ്ട, അവരുത്തരം പറയാം. ഓക്കെ ഓക്കെ ഓക്കെ, ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മതി, അപ്പൊ നമുക്കത് കണ്ടുപിടിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ചോദ്യത്തിന്റെ പ്രത്യേകത കൂടി പറഞ്ഞേക്കാം. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയണം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ഡാഷ് എന്ന് പറയും. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ഡാഷ്. അപ്പൊ പ്രിയ യൂസ് യുവർ റൈറ്റ്. അപ്പൊ അവിടെ നമുക്കറിയാം റേസ് ആണ് അവിടെ. അപ്പൊ റേസ് ആണ് അവിടെ വിട്ടിട്ട് പോയ വാചകം അറിയാം. ചിലപ്പോൾ ഞാൻ പറയുന്ന ഒരു പ്രോവർബ് ആയിരിക്കാം. അതുമല്ല എങ്കിൽ ചിലപ്പോ ഒരു സേയിങ്സോ, ഒരു പഴഞ്ചൊല്ലല്ല, ഒരു കേട്ട് മറന്നിട്ടുള്ള വാചകമായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വാചകങ്ങളിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ വാചകങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ വാട്ട് യു ഫീൽ ഫസ്റ്റ്, സഡൻ തോട്ടാണ്. ഗഹനമായിട്ട് ആലോചിച്ചു പോണ്ട, കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നത് അതാണ് എൻ്റെ ആൻസർ. തോന്നുന്നു ഇതിൻ്റെതല്ലേ, ദാറ്റ് ഈസ് ആൻസർ. ഓക്കെ, അത് ആദ്യം പറയാൻ ശ്രമിക്കുക. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ ആരംഭിക്കട്ടെ? Okay, sir. ഓക്കെ ശരി, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. The question number 1. A picture is worth W/H, worth a dash. A picture is worth a dash. W/H, worth a dash. A picture. പ്രിയുടെ ആൻസർ കണ്ട് ഞാൻ ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, പിന്നീട് പറയാട്ടോ. യെസ്, a picture is worth a dash. A picture is worth a dash. ഐശ്വര്യ, സന്ധ്യ, ഷിബു? അറിയില്ല സർ, നോ ഐഡിയ. ഓക്കെ 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 ഓക്കെ. മെഹബിനി, ആരതി, നമ്മുടെ സ്ഥിരം ആളുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ ആൻസറിലേക്ക് വരാം. ഓക്കെ ഓക്കെ, ഐ വിൽ കം ടു ദ ആൻസർ. എ പിക്ചർ, ഒരു ഞാൻ ക്ലൂ ഇടാം. നമ്മള് വലിയ റോഡുകളിലൂടെ ഒക്കെ പോകുമ്പോൾ കാണുന്ന പല PWയുടെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ആലോചിക്കും. നൂറ് ശതമാനവും കറക്റ്റായ ഒരു ആൻസർ വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാനൊരു ക്ലൂ ഇട്ട് തന്നത്. സന്ധ്യ ഷിബു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു. ഓക്കെ, യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ആരും ഉത്തരം പറയാനില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഉത്തരത്തിലേക്ക് വരികയാണ്. നോക്കാം. എ പിക്ചർ, ഒരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
1000 വാക്കുകൾക്ക് തുല്യമാണെന്നാണ് പറഞ്ഞത്. 1000 വാക്കുകൾക്ക് തുല്യം. അപ്പൊ ഇവിടെ നമ്മുടെ പ്രിയ എഴുതിയപ്പോ വാക്കുകൾ എന്ന് വന്നു, പക്ഷെ 1000 എന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും പ്രിയ ആ വാക്കുകൾ എന്ന് പറയുന്ന സംഗതി പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ പ്രിയക്ക് ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യും. ഓക്കെ, ഓക്കെ. എ പിക്ചർ ഈസ് വർത്ത് 1000 വേർഡ്സ്. 1000 വാക്കുകൾ കൊണ്ട് എഴുതുന്നതിനേക്കാൾ നല്ലതാണ് ഒരു പിക്ചർ. ഓക്കെ, ഞാൻ നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് PWയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. റോഡിലൂടെ പോകുമ്പോ ഒരു കുട്ടി ബാഗുമായിട്ട് പോകുന്നൊരു ഫോട്ടോ PWD റോഡ് സൈഡിൽ വെച്ചേക്കണ കാണാം. അത് കാണുമ്പോ ഡ്രൈവർക്ക് അറിയാം ഇവിടെ തൊട്ടടുത്ത് ഒരു LP സ്കൂൾ ഉണ്ടാവും, ചെറിയ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ടാവും. ആ കുട്ടികള് കുസൃതിക്കാരാണ്, അവര് റോഡിന് കുറുകെ ചാടും, ട്രാഫിക് നിയമങ്ങളൊന്നും ആ കുട്ടികൾ പാലിക്കില്ല, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം. ഇത്രയും കാര്യങ്ങൾ എഴുതുന്നതിന് തുല്യമാണ് ആ ഒരൊറ്റ ഫോട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങൾ ആ ഡ്രൈവർക്ക് ആ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് 1000 വാക്കുകൾ കൊണ്ട് പറയുന്ന കാര്യം ഒറ്റ ചിത്രം കൊണ്ട് പറയാം. അതാണ് എന്റെ സെയിം. എ പിക്ചർ ഈസ് വർത്ത് 1000 വേർഡ്സ്. ഓക്കെ, അപ്പൊ പ്രിയക്ക് ഒരു പോയിന്റ് ഞാൻ ഇവിടെ ഏർപ്പെടുത്തുന്നു കേട്ടോ. യെസ്, ഓക്കെ. The second question. Every cloud has a dash. Every cloud, CLOUD. Every cloud has a dash. 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 സ്പെല്ലിംഗ് വല്ല ഞാൻ പറയുമ്പോ തീയായില്ലെങ്കിൽ ചോദിച്ചോളൂ, അത് പറയാം. ക്ലൗഡ് മേഘം. റെയിൻ ആണോ സർ? റെയിൻ ആണോ? റെയിൻ, മഴ. ഇനിയും പറഞ്ഞോട്ടെ, ആൻസർ വേറെ പറഞ്ഞോ. സിൽവർ എന്നാണോ? സിൽവർ. സിൽവർ സന്ധ്യ പറഞ്ഞത്. ഓക്കെ, ഇനിയും പറഞ്ഞോ. യെസ്. Every cloud has a dash. ഓക്കെ, അപ്പൊ ഞാൻ ആൻസറിലേക്ക് വരാം കേട്ടോ. യെസ്, അതിന്റെ പ്രോവർബ് ഇതാണ്. ഏത് മഴമേഘം നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്തൊരു വെള്ളി വരയുണ്ടാവും. വേറെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ 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 ശ്രുതി ഇത് വൈകിപ്പോയി, എന്നാലും കുഴപ്പമില്ല. യെസ്, എവരി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈൻ. എവരി, ഓരോ മേഘങ്ങളിലും ഒരു സിൽവർ ലൈൻ ഉണ്ടാവും. അതായത് ഉദ്ദേശിക്കുന്നത് ഇതാണ്, നമ്മൾ എത്രമാത്രം പ്രതീക്ഷകൾ ഇല്ലാണ്ടിരുന്നു കഴിഞ്ഞാലും നിരാശപ്പെട്ടിരുന്നു കഴിഞ്ഞാലും നമുക്കൊരു പ്രതീക്ഷയ്ക്കുള്ള വക എവിടെയും ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. എവരി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. മഴമേഘങ്ങളിൽ കാണാം ഒരു സിൽവർ ലൈനിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സന്ധ്യയാണ് സിൽവർ എന്ന് പറഞ്ഞത്. ലൈനിങ് ഉണ്ടായില്ല, എന്നാലും കുഴപ്പമില്ല. സിൽവർ എന്ന് പറയുന്ന വാക്ക് ആദ്യം സന്ധ്യ പറഞ്ഞതുകൊണ്ട് ഞാൻ സന്ധ്യക്ക് ഒരു പോയിന്റ് ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ശ്രുതി സിൽവർ ലൈനിങ് എന്ന് കറക്റ്റ് പറഞ്ഞതുകൊണ്ട് ശ്രുതിക്കും ഞാനിവിടെ ഒരു പോയിന്റ് രേഖപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആൻസർ ഇതായിരുന്നു, എവരി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് സെന്റൻസ്.
It is better to be safe than dash. It is better to be safe, S-A-F-E, S-A-F-E, safe than dash. It is better to be safe than dash. എന്ത് പറ്റി ഇതിനകത്ത് അല്ലെങ്കിൽ ചാടി വീണ ആൻസർ പറയുന്ന ആൾക്കാരായിരുന്നു എന്ത് പറ്റി? It is better to be safe than dash. Late ആണോ സർ? Neat. Late, L-A-T. Yes. അപ്പൊ ഞാൻ സമയട്ടെ, ആരും ഉത്തരം പറയാൻ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ പറയാണ്. ആൻസർ സോറിയാണ്, SORRY, സോറി. ബെറ്റർ, ഇറ്റ് ഈസ് ബെറ്റർ ടു ബി സേഫ് ദാൻ ഡാഷ്, അവിടെ സോറിയാണ്. പിന്നെ ഐശ്വര്യ ഇവിടെ ലേറ്റ് പറഞ്ഞു, അത് വേറൊരു പ്രോവർബ് ഉണ്ട്, ബെറ്റർ ലേറ്റ് ദാൻ നെവർ, അങ്ങനെ ഒരു സംഗതി വേറെയുണ്ട്. ഇവിടെ നമ്മൾ സേഫ് എന്ന് പറഞ്ഞൊരു വേർഡ് വന്നു. ഓക്കെ, അതായത് നമ്മളോട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അയാൾ നമ്മളോട് വന്നിട്ട് ഒരു സോറി പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഓ, അയാൾ തെറ്റ് മനസ്സിലാക്കിയിട്ട് വന്ന് സോറി പറഞ്ഞ് നമുക്കൊരു ഹാപ്പിയാണ്. ഓക്കെ, ഈ സോറി നിങ്ങൾ ഹോസ്പിറ്റലിന്റെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുന്നിൽ അക്ഷമയോടുകൂടി കാത്തു നിൽക്കുകയാണ്. അപ്പോ അകത്തു നിന്ന് ഇറങ്ങി വരുന്ന ഡോക്ടർ നിങ്ങളെ തോളെ തട്ടിക്കൊണ്ട് പറയാണ് സോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്ന് മനസ്സിലായി? ആള് പോയി എന്ന് മനസ്സിലായി. അപ്പൊ ഈ സോറി എന്ന് പറയുന്ന സംഗതി ആര് പറയുന്നു എന്നുള്ളത് കൂടി വ്യക്തമാണ്, ഈ സന്ദർഭത്തിൽ പറയുന്നത് എന്നുള്ളത് പ്രസക്തമാണ്. ആ ഒരു അർത്ഥത്തിൽ എടുക്കുക, സേഫ് ആയിരിക്കുക. എന്തിനേക്കാൾ? സോറി പറയുന്നതിനേക്കാൾ ബെറ്റർ ഏതാണ്? ടു ബി സേഫ്. അതാ പ്രോവർബ് അങ്ങനെയാണ്, ഇറ്റ് ഈസ് ബെറ്റർ ടു ബി സേഫ് ദാൻ സോറി. ഓക്കെ, യെസ്. അപ്പൊ ക്വിസ് മാസ്റ്റർക്ക് കിട്ടിയ പോയിന്റുകൾ ഞാൻ ഇത് ക്വിസ് മാസ്റ്ററുടെ പോയിന്റ് ആയിട്ട് പോട്ടെ കേട്ടോ, ഒരെണ്ണം. യെസ്, അടുത്തത് വെരി സിമ്പിൾ, ആർക്ക് വേണമെങ്കിലും പറയാവുന്ന വെരി സിമ്പിൾ ആണ്. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഡാഷ്. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഡാഷ്. Necessity is the mother of dash. Necessity means അത്യാവശ്യം. Mother അമ്മ. Necessity is the mother of dash. നിങ്ങൾ കേട്ട് കാണുമല്ലോ അവിടെ ഇവിടെയൊക്കെ. Necessity is the mother of dash. മിയ ജോണി, ഔചിത്യം എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡാണ് അവിടെ. ഔചിത്യം. ഇല്ല. ആരതി ഞങ്ങൾ ഉത്തരം കണ്ടു. യെസ്, ഓക്കെ. ഇനി ആർക്കും ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉത്തരത്തിലേക്ക് വരികയാണ്. ഇതില് ആരതി എഴുതിയ ഉത്തരം കറക്റ്റ് ആണ്. അപ്പൊ ആരതിക്ക് ഞാനിവിടെ, ആരതിക്ക് നേരത്തെ ഒന്നും പോയിന്റ് വന്നിട്ടില്ല അല്ലേ? സന്ധ്യക്ക് പ്രിയക്കൂടെ വന്നേക്കട്ടെ. ആരതിക്ക് ഞാനിവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. കണ്ടുപിടുത്തത്തിന്റെ അമ്മയാണ് അത്യാവശ്യം. അത്യാവശ്യം വരുമ്പോൾ കണ്ടുപിടിച്ചിരിക്കും. പല കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിട്ടുള്ളത്
അതൊരു ആവശ്യമായതുകൊണ്ടല്ല, ഒരു അത്യാവശ്യമായതുകൊണ്ടാണ്. നെസസിറ്റി ഇസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. ഇൻവെൻഷൻ കണ്ടുപിടുത്തം. ഓക്കെ, ആരതിയാണ് അതിന്റെ കറക്റ്റ് ആയ ആൻസർ പറഞ്ഞത്. ആരതി, യു ഗെറ്റ് 1 point. Next sentence. Practice makes man dash. Perfect. ഐശ്വര്യ, അടുത്ത ആൾക്ക് ഒരു വേറെ ഉത്തരം പറയാം. Success. അടുത്ത ആളും പറഞ്ഞു. യെസ്, അത് കറക്റ്റ് ആണ്. അപ്പോ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. സ്ഥിരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സന്ധ്യ ഷിബ് കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ സന്ധ്യ ഷിബ് പറഞ്ഞു, ഐശ്വര്യ പറഞ്ഞു, പിന്നെ ഒരാളോട് പറഞ്ഞില്ല. യെസ്, 3 പേര് പറഞ്ഞു. പക്ഷെ ആദ്യം പറഞ്ഞത് ഐശ്വര്യ ആയതുകൊണ്ട് ഐശ്വര്യക്ക് ഇവിടെ ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആരതി, ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, ആരതിയും പറഞ്ഞു. യെസ്, വെരി ഗുഡ്. പ്രാക്ടീസ് നമ്മൾ സ്ഥിരം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് എന്താവും, പെർഫെക്റ്റ് ആവും. ബെസ്റ്റ് എക്സാമ്പിൾ ഡ്രൈവിംഗ് ആണ്. ലൈസൻസ് എടുത്ത് വെച്ചിട്ട് നമ്മൾ വണ്ടി ഓടിച്ചിട്ടില്ല എങ്കിൽ അത് പോയി. നമ്മൾ എല്ലാ ദിവസവും കുറച്ചു നേരം ഓടിച്ചാൽ വി വിൽ ബിക്കം എ പെർഫെക്റ്റ് ഡ്രൈവർ. ഓക്കെ ഓക്കെ. പ്രാക്ടീസ് makes man perfect. Okay. Next sentence. Next question. Don't count your chickens before dash. Don't count, count. Don't count your chickens, chickens, chickens before they dash. Don't count the chickens before they dash. ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ബിഫോർ വരെ പറഞ്ഞോളൂ. ഡാഷ് ബിഫോർ എന്റെ ഡാഷ് പറഞ്ഞത് എന്റെ ദേഹം കൂടി കൂട്ടിച്ചേർന്ന് പോയി. ഓക്കെ, ഒരു വേർഡും കൂടി ഉണ്ട് അവിടെ പൂരിപ്പിക്കാൻ. Don't count your chickens before dash. Yes, anybody? Yes, ആരുമില്ലാത്തതുകൊണ്ട് ശില്പ, ചിപ്പി, ശ്രുതിയുടെ ആൻസർ കണ്ടു. യെസ്, ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഉത്തരത്തിലോട്ട് വരാം. വിരിയുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളെ എണ്ണി നോക്കരുതെന്നുള്ളതാണ്. അപ്പൊ വിരിയുക എന്നർത്ഥം വരുന്നത് ഏതാണ്? ഹാച്ച് ആണ്. ഹാച്ച്, അരുതി ഹാപ്പൺ അല്ല, ഹാച്ച്, HATCH, ഹാച്ച്. അപ്പൊ ഇവിടെ ശ്രുതിയാണ് ആ കറക്റ്റായ ആൻസർ പറഞ്ഞത്, സൂചിപ്പിച്ചത്. അപ്പൊ ശ്രുതിക്ക് ഞാൻ ഒരു പോയിന്റ് കൂടി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പൊ ആൻസർ ഞാൻ ഒന്നുകൂടി പറയാം. ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദേ ഹാച്ച്. വിരിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എണ്ണി നോക്കരുത്. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്നില്ലേ? ഈ മുട്ട വെച്ച് അതിന്റെ കുഞ്ഞുങ്ങളുണ്ടായി, അത് മുട്ടയിട്ട് അതിന്റെ മുട്ട അടവെച്ച് അതിന്റെ കുഞ്ഞുങ്ങളുണ്ടായി, അതിന്റെ മുട്ട വിരിഞ്ഞു, അങ്ങനെ 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 നമ്മള് കൗണ്ട് ചെയ്ത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ അങ്ങനെ പോകും. യെസ്, അങ്ങനെ പാടില്ലെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അടുത്തത്. ആബ്സെൻസ് മേക്സ് the heart grow dash. Absence makes the heart grow dash. Absence makes, MAKES, the heart, HEART, heart grow, GROW. Absence makes the heart grow dash.
നിങ്ങൾ പലരും അനുഭവിച്ചിട്ടുള്ള അവസ്ഥ തന്നെയായിരിക്കും ഇത്. The absence makes the heart to grow dash. സാർ ഫോണ്ടർ ആണോ? ഫോണ്ടർ ഇവിടെ ആരതി എഴുതി ഫോണ്ടർ. Yes. Arathi, your answer is right. Fonder, correct ആണ്, correct. Okay. അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ഫോണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലൈക്ക് എന്നാണ്. ലൈക്ക് ഫോണ്ടോ. ഐ ആം ഫോണ്ട് ഓഫ് ഐസ്ക്രീം. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. ഇതാണ്. ഈ നിങ്ങൾ സ്ഥിരം കാണുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. പക്ഷെ അവരെ നമ്മൾ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ എത്രമാത്രം സ്വാധീനമുണ്ട് എന്ന് അറിയണമെങ്കിൽ കുറച്ചു നാള് അവരൊന്നും കാണാതിരിക്കുന്നു. അപ്പോഴാണ് ഇത്രയും എനിക്ക് എന്നില് അവൾക്ക് അല്ലെങ്കിൽ അവര് സ്വാധീനം ഉണ്ടായിരുന്നു നമുക്ക് പറയാൻ പറ്റും. ആബ്സെൻസ് വരുമ്പോഴാണ് ആ ഇഷ്ടം നമ്മൾ അറിയുന്നത്. ആബ്സെൻസ് മേക്സ് ദ ഹാർട്ട് ഗ്രോ ഡാഷ്. ചിലപ്പോ ഇരുന്ന് വഴക്കടിക്കുന്ന ആളുകളായിരിക്കും, ഇതൊക്കെ റെഡി ആയിരിക്കും. പക്ഷെ ഒരു ആബ്സെൻസ് വരുമ്പോഴാണ് അവരോടുള്ള ഇഷ്ടത്തിന്റെ ആ ദൃഢത നമ്മൾ അറിയുന്നത്. ആബ്സെൻസ് makes the heart grow fonder. FONDA. Okay. Next. അപ്പോ ആരതിക്ക് ഒരു പോയിന്റ് കൂടി അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഓക്കെ ശരിയാ. ക്യൂരിയോസിറ്റി കിൽഡ് KILLED കിൽഡ് ഡാഷ്. ക്യൂരിയോസിറ്റി കിൽഡ് KILLED കിൽഡ് ഡാഷ്. ഒരു പ്രോവർബാണ്. Curiosity, QURIOSITY, curiosity, ജിജ്ഞാസ. Curiosity killed dash. അതല്ല പ്രിയ, വേറെ വാക്ക് ഉണ്ട്. ഒരു ക്ലൂ തരാം. ഇതൊരു ജീവിയുടെ പേരാണ്. ക്യാറ്റ് ആണോ സർ? ക്യാറ്റ്. ഓക്കെ സന്ധ്യ ക്യാറ്റ് ആണ്. അപ്പൊ സന്ധ്യക്ക് ഒരു പോയിന്റ് കൂടി ഞാൻ നൽകിയാണ്. അതിന്റെ തൊട്ട് താഴെ ശ്രുതി കൂടി വന്നായിരുന്നു കേട്ടോ. ഓക്കെ ശ്രുതി, അപ്പൊ സന്ധ്യക്ക് ഒരു പോയിന്റ് കൊടുത്തു. യെസ്, ക്യൂരിയോസിറ്റി കിൽഡ് ദ ക്യാറ്റ്. ശരിയാണ്. ഓക്കെ. അടുത്തത് ആർക്കും പറയാം. വെരി സിമ്പിൾ. ഞാൻ നേരത്തെ നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്നുള്ളതിന്റെ ആൻസർ വരുന്നതിന് മുമ്പ് പറഞ്ഞു ഇറ്റ് ഈസ് വെരി സിമ്പിൾ. പക്ഷെ നിങ്ങൾ പറഞ്ഞില്ല. പക്ഷെ ഇത് അതുപോലെ അല്ല. കാരണം ഇത് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരുപക്ഷെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ചോദ്യം ഇതാണ്. എവരി ഡോഗ് ഹാസ് എ ഡാഷ്. ഓക്കെ. അതെല്ലാവർക്കും അറിയാൻ പറ്റുന്നത് അല്ലേ? പലപ്പോഴും നമ്മൾ വലിയ പ്രിയ എഴുതിയിട്ടുണ്ട്, ശ്രുതി എഴുതിയിട്ടുണ്ട്. ഓക്കെ. പക്ഷെ ആദ്യം ഐശ്വര്യ പറഞ്ഞതുകൊണ്ട് ഐശ്വര്യക്ക് ഒരു പോയിന്റ് കൊടുക്കുകയാണ്. ഓക്കെ. എവരി ഡോഗ് ഹാസ് എ ഡേ. നമ്മൾ പറയാറില്ലേ, എനിക്കും ഉണ്ടാകും ഒരു ദിവസം, അന്ന് ഞാൻ തിരിച്ചു വരും എന്ന് പറയാറില്ലേ? എവരി ഡോഗ് ഹാസ് എ ഡേ. ഓക്കെ, ആരതി കറക്റ്റ് ആണ്. ഓക്കെ. അപ്പൊ ഇത്രയും പേർക്ക് അത് അറിയാമെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇനി ഒരു 4 ചോദ്യം കൂടിയാണ് അവശേഷിക്കുന്നത്. ആ 4 ചോദ്യത്തിലെ ആദ്യത്തെ ചോദ്യം, ഗുഡ് തിങ്സ് കം ടു ദോസ് ഡാഷ്. ഗുഡ് തിങ്സ് കം ടു ദോസ് THOSE, to those dash. Good things come to those dash.
അക്ഷരതീക്ഷം എന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഗുഡ് തിങ്സ് കം ടു ദോസ് ഡാഷ്. ഇതും ഒരു പ്രോവർബാണ്, അല്ലെങ്കിൽ ഒരു സേയിങ് ആണത്. Good things comes to those dash. ഹസിലല്ല, ഹൂ കറക്റ്റ് ആണ്. ഓക്കെ, ശ്രുതി കറക്റ്റ് ആൻസർ പറഞ്ഞു. ദോസ് ഹൂ വെയിറ്റ് ആണ്, WAIT. അപ്പൊ ശ്രുതിക്ക് ഞാനിവിടെ ഒരു പോയിന്റ് രേഖപ്പെടുത്തുന്നുണ്ട്. ഓക്കെ ഓക്കെ, മിയ ജോണി പറഞ്ഞു. മിയ ജോണി കറക്റ്റ് ആണ്. അപ്പൊ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ മിയ ജോണി, യെസ്. ഓക്കെ, നോക്കിയേ, ഞാൻ എന്റെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. ഓക്കെ, ആരതി കറക്റ്റ് ആണ്. ആരതി കറക്റ്റ് ആണ്. ഓക്കെ, പക്ഷെ ആദ്യം പറഞ്ഞത് ശ്രുതി ആയതുകൊണ്ട് ശ്രുതിക്ക് നമുക്ക് ഇവിടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഉത്തരം പറഞ്ഞു. അത്രയും പേർക്ക് അത് അറിയാമെന്ന് അറിയുന്നതിലും സന്തോഷം. ഓക്കെ, വീണ്ടും പറയുന്നു, ഇതൊരു മത്സരമല്ല, ഇതൊരു സൗഹൃദം മാത്രമാണ്. അല്ലാതെ ഇതിനകത്ത് മത്സരമായിട്ടുള്ള യാതൊരു രീതിയിലും ഇത് കാണേണ്ടതില്ല. ഓക്കെ ഓക്കെ ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് പ്രചോദനം ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ ഈ പോയിന്റുകൾ ഇവിടെ രേഖപ്പെടുത്തുന്നത് മാത്രം. ഓക്കെ 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 ഓക്കെ, നോക്കിയാൽ ആൻസർ ചെയ്യാൻ വായിക്കാം. ഗുഡ് തിങ്സ്, നല്ല കാര്യങ്ങൾ, കം വരുന്നത് അല്ലെങ്കിൽ സംഭവിക്കുന്നത്, ടു ദോസ് ഹു വെയിറ്റ്, ക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്നവരാണ് നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ബട്ട് ക്ഷമ ഇറ്റ്സ് എ ഇന്നവിറ്റബിൾ പാർട്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദിസ്. The grass, GRASS, grass is always greener. The grass is always greener dash. The grass is always greener dash. Other side. Sandhya Shivula answer കേട്ടു. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും? ആരതി, മിയ, ഓക്കെ 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 ഓക്കെ, ആരതി പറഞ്ഞതും മിയ പറഞ്ഞതൊക്കെ കറക്റ്റ് തന്നെയാണ്. ഞാൻ ഓൺ ദി അതർ സൈഡ്. പിന്നെ ഇവിടെ സന്ധ്യ ശിബു ആദ്യം പറഞ്ഞത് കൊണ്ട് സന്ധ്യ ശിബുവിന് മാർക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഒരു പോയിന്റ് രേഖപ്പെടുത്തുകയാണ്. യെസ്, നോക്കിയേ, ഗ്രാസ്, പുല്ല് അല്ലെങ്കിൽ മരങ്ങള്, ഈസ് ഓൾവേസ് ഗ്രീനർ, കുറച്ചുകൂടി പച്ചപ്പായിട്ട് തോന്നുന്നത് അക്കരെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഇക്കരെ പച്ചയായിട്ട് തോന്നുന്നത്. ഇക്കരെ വന്നിട്ട് അക്കരയ്ക്ക് നോക്കുമ്പോഴാണ് അക്കരെ നമുക്ക് എന്ത് പച്ചയായിട്ട് തോന്നുന്നത്. അതാണത്. ഓൺ ദ അതർ സൈഡ് ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ, ഓക്കെ സന്ദേശം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലീൻലിനെസ്, സ്പെല്ലിംഗ് പറയാം. CLEANLINESS. Cleanliness is next to dash. Cleanliness is next to dash. ആരതി ആൻസർ പറഞ്ഞിട്ടുണ്ട്. മിയ ജൂണി ആൻസർ പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേര് പറഞ്ഞ ആൻസറും കറക്റ്റ് ആണ്. പക്ഷെ ആരതി ആദ്യം പറഞ്ഞതുകൊണ്ട് മിയ ജൂണി നമുക്ക് ആരതിക്ക് അതിന്റെ മാർക്ക് കൊടുക്കുകയാണ്. ഓക്കെ, യെസ്, ഓക്കെ, കറക്റ്റ് അതാണ്. ഗോൾഡിനെസ്, GODLINESS എന്ന് വെച്ചാല് ദൈവികത്വം, ദൈവികമായ എന്നൊക്കെ അർത്ഥം. അതായത് വൃത്തി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അവന് വളരെ ദൈവികത്വമുള്ള ആ ഒരു വ്യക്തിയായിരിക്കും എന്നാണ് പറയുന്നത്. അതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് ആണ് ദൈവികത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ,
Then come to the last question. അത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും വാചകമാണ്. ഓക്കെ, ചോദ്യം ഇതാണ്. Don't bite, B-I-T, bite the hand, H-A-N-D, dash. Don't bite the hand, dash. Don't. Okay. Miya answer kandu. Yes. Okay. വേറെ ഉത്തരങ്ങൾ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ മിയയുടെ ഉത്തരം ഞാൻ പറയുകയാണ്. മിയയാണ് എന്റെ കറക്റ്റ് ആൻസർ സൂചിപ്പിച്ചത്. ഇതിനു മുമ്പ് 2 എണ്ണത്തിന് മിയ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു. പക്ഷെ ടൈപ്പ് ചെയ്ത് വരാൻ ചിലപ്പോൾ വൈകിപ്പോയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ആ പോയിന്റ് രേഖപ്പെടുത്താൻ പോയത്. മിയയും കുഴപ്പമില്ല, നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യത്തിലേക്ക് വരാം. ഡോണ്ട് ബൈറ്റ് ദ ഹാൻഡ്. ഓക്കെ ആണെങ്കിൽ കറക്റ്റ് ആണ്. ദാറ്റ് ഫീഡ്സ് യു. നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന കയ്യിൽ കൊത്തരുത് എന്ന് പറയാറില്ല. നമ്മൾ മലയാളത്തിൽ പറയാലോ, പാല് കൊടുക്കുന്ന കയ്യിൽ തന്നെ കടിച്ചു എന്നൊക്കെ പറയാറില്ലേ. പാല് കൊടുക്കുന്ന കയ്യിൽ തന്നെ കൊത്തി എന്ന് പറയുന്ന അതേ സംഗതിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ നിങ്ങളുടെ പെർഫോമൻസ് വളരെ മനോഹരമായിരുന്നു. ആരെയും ഞാൻ എടുത്തു പറഞ്ഞ് പേരെടുത്ത് പറയുന്നില്ല, കാരണം കുറച്ചു പേർക്ക് ഒരു ഉത്തരം അറിയാം. പിന്നെ ആദ്യം പറയാൻ പറ്റാത്തതിലോ അല്ലെങ്കിൽ ആദ്യം ടൈപ്പ് ചെയ്ത് അയക്കാൻ പറ്റാത്തതിലോ വന്നിട്ടുള്ള അപാകതകൾ ഉണ്ടാവാം. പിന്നെ കുറച്ചു പേർക്ക് അവര് പറഞ്ഞല്ലോ ഇനിയിപ്പോ ഞാൻ പറയുന്നതിന് എന്ന് ചിന്തിച്ചവരുണ്ടാവാം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് ഉത്തരം പറഞ്ഞവരും ഉത്തരം പറയാതിരുന്നവരും മിടുക്കികളാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കിക്കഴിയുമ്പോൾ മിയ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. മിയ ഇത് കൂടാതെ 2 എണ്ണമൊക്കെ പറഞ്ഞിരുന്നു ആൻസർ. പക്ഷെ തൊട്ട് പറയുന്നതാണ് വന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ മിയയും മാർക്ക് നോക്കണ്ട, പാർട്ടിസിപ്പേഷൻ ആൻഡ് യുവർ പെർഫോമൻസ് കൊള്ളാം. ഐശ്വര്യക്ക് മിയനെ പോലെ തന്നെ പ്രിയക്കും ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഐശ്വര്യക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സന്ധ്യക്കും ശ്രുതിക്കും ആരതിക്കും, സന്ധ്യ, ശ്രുതി, ആരതി, അവർക്ക് 3 പോയിന്റ് വീതം ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ട്. 3 പോയിന്റ് വീതം ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ട്. വീണ്ടും പറയുന്നു, ഇതൊരു മത്സരമായിരുന്നില്ല. ഇത് ഈ പ്രോവർബുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകൾ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ചോദിച്ച ചോദ്യമാണ്. ഓക്കെ. യുവർ പെർഫോമൻസ് വാസ് മാർവലസ്. ഓക്കെ, അപ്പോ അല്പസമയം ഞാൻ റിപ്പോർട്ട് സ്പീച്ചിൽ നിന്നും നിങ്ങൾ തിരിച്ചെടുത്താണ് വീണ്ടും ഞാൻ നിങ്ങൾ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ലെറ്റ് us come back to report speech. Okay. He said, അടുത്ത വാചകം, he said. ഇവിടെ കോമയില് I found, FOUND, found the lost purse near the gate. I found the lost purse, P-U-R-S-E, near the gate, G-A-T, gate. I found the lost purse near the gate. Inverted comma close here. Inverted comma close here. Okay, എഴുതിക്കോളൂ. I found the lost purse near the gate. Okay, Priya, very good.
ഓക്കെ സന്ധ്യ ഷിബു കറക്റ്റ്. ഓക്കെ ആരതി കറക്റ്റ്. ഓക്കെ ഐശ്വര്യ കറക്റ്റ്. ഓക്കെ 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 ശരിയാണ് ചെയ്യുന്നത്. ഞാനിനി ഒരു ചേഞ്ച് വരുത്തുകയാണ്. നിങ്ങളുടെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട, കാരണം ഭയങ്കര സിമ്പിൾ ആണ്. എന്നാലും ഞാൻ ചേഞ്ച് വരുത്തുകയാണ്. ഓക്കെ, അടുത്ത വാചകം നോക്ക്. ഹി സെഡ്, ഹി സെഡ്, ഹി സെഡ് ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക. when did they come? C-O-M-E, come. When did they come? Question mark ഇട. Inverted comma close ചെയ്യാം. I will repeat the question. He said, when did they come? Okay. Simple ആണ്. നോക്കിയേ. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് എൻ്റെ അത്. ചോദ്യം when did they come? Okay. ഒരാളെ എഴുതിയിട്ടുള്ളൂ. അവൻ ചോദിച്ചു അവരെപ്പോഴാണ് വന്നത്? അപ്പൊ അവൻ ചോദിച്ചു അവരെപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു. ആരോട് ചോദിച്ചെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. സംഗതി കറക്റ്റാണ്. വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയുള്ളത്. ഓക്കെ പ്രിയ ജ്യൂസ് ശരിയായിട്ടുണ്ട്. ഇനി ഇത് ചെയ്യാൻ ശ്രമിച്ചവരിലേക്ക് ആൻസറിലേക്ക് വീണ്ടും വരാം. നമുക്ക് വരാം. ഓക്കെ ഓക്കെ നോക്കി. ഓക്കെ ആരതി. ഓക്കെ 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 നോക്കിയേ, സെന്റൻസ് വായിക്കാം. He said, when did they come? ഇവിടെ നോക്കുക, ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ പക്ഷെ വിചാരിക്കും കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രസന്റ് ടെൻസ് അല്ലേ, കം കെയും കം എന്നല്ലേ, അപ്പൊ ഇത് പ്രസന്റ് അല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഇത് പാസ്റ്റ് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡിഡ് എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഓർമ്മിക്കാം, ഡിഡ് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് വന്നു കഴിഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസ് ആണ് വിചാരിച്ചു കൊള്ളണം.
ഡിഡ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെന്റ് എന്നാണ്. ഡിഡ് ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുക്ക് എന്നാണ്. അതുപോലെ ഡിഡ് കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കെയും എന്നാണ്. അപ്പൊ ഞാനൊരു നിങ്ങളുടെ ഓർമ്മയിലേക്ക് പറയുകയാണ്. അപ്പൊ അവിടെ ഡിഡ് എന്ന് പറയുന്ന പേര് ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കും. ഡിഡ് ഉണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ ചോദ്യം എങ്ങനെ ചോദിച്ചതിന്? വെൻ ദേ കെയും എന്ന് ചോദിച്ചതിന്. വെൻ ദേ കെയും, കം എന്നുള്ളത് മാറ്റിയിട്ട് കെയും ആക്കിയത്. ഓക്കെ. അപ്പൊ വെൻ ദേ കെയും എന്നാണെങ്കിൽ എങ്ങനെ എഴുതും? അത് ചിന്തിച്ചാൽ മതി. ഇവിടെ വി എന്നുള്ളത് ദേ എന്ന് തന്നെ വരിക. ഓക്കെ, വേറെ ആളോടാണ് ദേ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ചോദ്യം എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുകയാണ്. ചോദ്യമല്ലേ, ചോദ്യം ചോദിക്കുക. അപ്പൊ ഒരു ആൻസർ ഉണ്ട്. അപ്പൊ അവിടെ സെറ്റ് എന്ന് പറയണ്ട, എല്ലാവരും സെറ്റ് എന്നാണ് പറഞ്ഞത്. ഞാനത് ഇപ്പൊ പറയാൻ വിചാരിച്ചില്ല. അപ്പൊ അവിടെ ആസ്ക്ഡ് എന്ന് പറഞ്ഞാൽ ചോദിച്ചു, ഒരു കാര്യം ചോദിക്കുകയാണ്, അവനൊരു മറുപടി ഉള്ളു, ചോദ്യമാണ്. അപ്പൊ ഹി ആസ്ക്ഡ്, അവൻ ചോദിച്ചു. വെൻ, എപ്പോൾ. അവർ വന്നുവെന്ന്, ദേ ഹാഡ് കം. വെൻ ദേ ഹാഡ് കം. ക്വസ്റ്റ്യൻ മാർക്ക് വേണ്ട. പിന്നെ എപ്പോൾ വന്നുവെന്ന് അവൻ ചോദിച്ചു. മറ്റത് എപ്പോൾ വന്നു എന്ന് ചോദിക്കുന്നതാണ്. എപ്പോൾ വന്നുവെന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ല. കറക്റ്റ് ആൻസർ ഇതാണ്. ഹി ആസ്ക്ഡ് വെൻ ദേ ഹാഡ് കം. ഡിഡ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? അത് ഡിഡ് പ്ലസ് കം എന്നുള്ളത് കെയും എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ചെയ്തു. അപ്പൊ ദേ ഹാഡ് കം. ഓക്കെ. പിന്നെ ഒരാൾ വി വെച്ച് പറഞ്ഞു. വി എന്ന് പറയുമ്പോൾ നേരിട്ട് യു എന്ന് പറഞ്ഞ് ചോദിക്കണം. എങ്കിൽ മാത്രമേ, നിങ്ങളോട് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ മാത്രമേ വി എന്ന് പറയാൻ പറ്റുള്ളൂ. യെസ്. അപ്പൊ എന്റെ അർത്ഥം ഒന്നുകൂടി പറയാം. അവൻ പറഞ്ഞു. വെൻ ഡിഡ് ദേ കം. ആ ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റുഡൻസ് അത് വിചാരിക്കും. ദേ നോക്കിയേ, വെൻ ഡിഡ് സ്റ്റുഡൻസ് കം. എപ്പോഴാണ് വിദ്യാർത്ഥികൾ വന്നത്? അത് വേറെ ആളോട് അത് കേൾക്കുന്നത് നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ന് പറയും. അവൻ പറഞ്ഞു എപ്പോഴാണ് വിദ്യാർത്ഥികൾ വന്നതെന്ന് അവൻ ചോദിച്ചു. അതല്ലേ പറയാൻ പറ്റുള്ളൂ. അവൻ ചോദിച്ചു എപ്പോഴാണ് വിദ്യാർത്ഥികൾ വന്നതെന്ന്. ആ ദേ എന്നുള്ളതിന് പകരം നമ്മൾ സ്റ്റുഡൻസ് എന്ന് വെച്ച് പറയുമ്പോൾ നമുക്ക് അതിന് അർത്ഥം പിടിക്കണം. ഒരാൾ ബി വെച്ചു, അത് അങ്ങനെ വരില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ഡൗട്ട് ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു. ഐ അപ്രീഷിയേറ്റ് എവരിബഡി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പൊ ഇതിന്റെ കുറച്ച് ബാലൻസ് ഉണ്ട്, സിമ്പിൾ ഫാസ്റ്റ്. അത് ചെയ്തിട്ട് നമുക്ക് അടുത്തിലോട്ട് നമുക്ക് പോവാം. ഓക്കെ 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 റെഡി. Thank you, sir. ഓക്കെ ഓക്കെ.